നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു കരുതുന്നു. നമ്മളുടെ ചെടികളൊക്കെ പൂവ് നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബോഗൻവില്ലകളാണ് ഇപ്പോൾ കൂടുതൽ പൂവിട്ട് നിൽക്കുന്നത്. അടീനി അതിൻ്റെ അടുത്ത് ഇങ്ങനെ പൂവ് വന്ന് തുടങ്ങുന്നുണ്ട്. ഇന്ന് നിങ്ങളോട് പറയുന്നത്, നമ്മളൊരു മത്സരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അത് ചെറിയ കുട്ടികൾ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് 3ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു പുസ്തകം എടുത്തിട്ട് അതിൽ ഡാറ്റ എഴുതണം. ആ എഴുതുന്നത് പാരൻസ് എഴുതി കൊടുത്താൽ മതി, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. 4ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നന്നായി എഴുതാൻ അറിയുന്നത് കുട്ടികൾ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 3ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, 3, 4 തൊട്ട് +2 വരെയുള്ള കുട്ടികൾ സ്വന്തം കയ്യക്ഷരത്തിൽ തന്നെ രേഖപ്പെടുത്തുക. ഒരു നോട്ട്ബുക്ക് എടുക്കുക. അതിൻ്റെ മുൻവശത്ത് നിങ്ങളുടെ പേര്, ക്ലാസ്, സ്കൂള്, സ്ഥലം, അഡ്രസ്സ് പോലെയൊക്കെ എഴുതി വയ്ക്കുക. അഡ്രസ്സ് തന്നെ വീട്ടഡ്രസ്സൊന്നും വേണ്ട, സ്കൂളിൻ്റെ പേരും മാത്രം എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് ഞങ്ങൾ പറയുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക. അതിലെ പ്രവർത്തനം ഒന്നാമത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളോട്, മുതിർന്നവരോട് ചോദിച്ചിട്ട്, നിങ്ങളുടെ രക്ഷിതാക്കളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അച്ഛമ്മയോ മറ്റ് ഗ്രാൻഡ് പാരൻസോ വീട്ടിലുള്ള മറ്റു മുതിർന്ന ആളുകളോട് ചോദിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതണം. അതിൽ ഒന്നാമത്തത്, നിങ്ങൾ ആദ്യത്തെ പേജിൽ നിങ്ങളുടെ പേര് എഴുതി കഴിഞ്ഞ്, പേരും ഡീറ്റെയിൽ എഴുതി കഴിഞ്ഞ ശേഷം ഒരു പേജ് ഒഴിവാക്കിയിട്ട് അടുത്ത പേജിൽ തെങ്ങിനങ്ങൾ എന്ന് എഴുതുക. തെങ്ങിനങ്ങൾ എന്ന് എഴുതിയിട്ട് ഓരോ പേജിലും നിങ്ങൾക്ക് കുറച്ച് 5 തെങ്ങുകളുടെ പേര് എഴുതണം. അത് നിങ്ങളുടെ വീട്ടിൽ ചോദിച്ചിട്ട്, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് എഴുതേണ്ട പേരുകളല്ല. നിങ്ങളെ ഗ്രാൻഡ് പാരൻസിനോടോ നിങ്ങളെ പാരൻസിനോടോ ഒക്കെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്ത വീട്ടിലുള്ള സീനിയറായ വയസ്സായ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഒരു 5 ഇനം തെങ്ങുകളുടെ പേര് എഴുതണം. അതെങ്ങനെ എഴുതണ്ടേ? ഒരു പേജിന്റെ മുകളിൽ ഒരു തെങ്ങിന്റെ പേര്, ഒരു തെങ്ങ് ഇനം, അതിന്റെ പേര് എഴുതുക. അങ്ങനെ 5 പേജിൽ 5 തെങ്ങുകളുടെ പേര് എഴുതുക. എന്നിട്ട് എന്താ വേണ്ട അറിയോ? അതിന്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്യണം. ഇപ്പൊ ഒന്നാമത്തെ ഒരു തെങ്ങ്, ഒരു നാടൻ തെങ്ങുണ്ട്, ഒരു പ്രത്യേക പേരുള്ള നാടൻ തെങ്ങുണ്ട്. ആ തെങ്ങ് അവരോട് ചോദിക്കുക, എത്ര മീറ്റർ ഇത് ഉയരും, വളർച്ച മാക്സിമം എത്ര വലുതാവും, പിന്നെ അതിന്റെ മറ്റു പ്രത്യേകതകൾ, അസുഖങ്ങളുടെ കാര്യങ്ങൾ, തേങ്ങ കിട്ടുന്നതിന്, മറ്റു തെങ്ങുകളെ അപേക്ഷിച്ച് അതിനത്ര തേങ്ങ കിട്ടാനുള്ള സാധ്യതകളുണ്ട്, അത് ഏത് സ്ഥലത്തുള്ള തെങ്ങാണ്, ഏത് നാട്ടിൽ, അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളൊക്കെ അതിൽ ശേഖരിക്കുക. ചിത്രമൊന്നും വരയ്ക്കേണ്ട കേട്ടോ. ഇനി വേണമെന്നുള്ള ആൾക്കാർക്ക് അതിൽ വെറുതെ ഒരു തെങ്ങിന്റെ ചെറിയ ചിത്രം ക്രയോൺസോ കളർ പെന്നോ ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കുക. അത് വേറെ, അടുത്ത പേജിലേക്ക് പരക്കാൻ പാടില്ല അതൊന്നും. അപ്പോൾ ഒരു പേജിൽ ഒരു തെങ്ങിന്റെ ഡീറ്റെയിൽ എഴുതുക. അങ്ങനെ 5 എണ്ണം എഴുതുക. അപ്പോൾ ആദ്യത്തെ വർക്ക് ഇതാണ് കേട്ടോ. രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് 10 മാവിനങ്ങൾ കണ്ടെത്തി എഴുതുക. ഇതൊന്നും യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് എഴുതേണ്ട കാര്യമല്ല. നിങ്ങളുടെ വീട്ടിലെ ആളുകളോടൊക്കെ ചോദിച്ചു 10. അപ്പോൾ എങ്ങനെ ചെയ്യുക? രണ്ടാമത്തത്, ഈ ആദ്യത്തെ തെങ്ങിന്റെ കഴിഞ്ഞ അടുത്ത പേജിന്റെ ഹെഡിങ് എഴുതിയിട്ട് മാവിനങ്ങൾ എന്ന് എഴുതുക ഒരു പേജിൽ. എന്നിട്ട് അടുത്ത പേജിന്റെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നീലം മാവ് എന്ന് എഴുതുക. നീലം മാവിന്റെ ഈ അവർ പറഞ്ഞു തരുന്ന ഡാറ്റയാണ് എഴുതേണ്ടത്. നെറ്റിൽ നോക്കിയിട്ടല്ല, പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് പറഞ്ഞു തരുന്ന കുറച്ച് ഡാറ്റകൾ, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടേതായിട്ട് അവരെയും കൂടി ഇതിലേക്ക് എത്തിക്കണം, ഗ്രാൻഡ് പാരൻസിനെയും കൂടി ഇതിലേക്ക് എത്തിക്കണം. അവർ പറഞ്ഞു തരുന്ന ഡാറ്റകൾ കുറച്ച് എഴുതി വെക്കുക. അങ്ങനെ 10 ഇനം മാവുകളുടെ എഴുതാം. മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ശലഭസസ്യങ്ങളുടെ കണ്ടെത്തലാണ്. ശലഭസസ്യങ്ങളുടെ കണ്ടെത്തൽ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 20 ശലഭസസ്യങ്ങളുടെ പേര് അതേപോലെ മൂന്നാമത്തെ കിട്ടുന്ന ശലഭസസ്യങ്ങൾ എന്നുള്ള പേര് എഴുതുക. അടുത്ത 20 പേജുകളിലായിട്ട് ശലഭസസ്യങ്ങൾ എന്നുള്ള ഒരു പേര് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഒരു പേജിൽ അതിൽ വരുന്ന ശലഭങ്ങളുടെ പേര് അതിൽ രേഖപ്പെടുത്തുന്നത് കൂടി നല്ലതായിരിക്കും. ഇത്രയും ചെയ്ത് മൂന്നാമത്തെ വർക്ക്. നാലാമത്തെ വർക്ക് കുട്ടികൾ ചെയ്യേണ്ടത്, ഒരു പ്രാക്ടിക്കൽ വർക്ക് ചെയ്യേണ്ടത്, മൂന്നാമത്തെ വർക്കിൻ്റെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ മൂന്നാമത്തെ വർക്ക് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അടുത്ത വീട്ടിലോ വഴിയരികിലോ അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ബന്ധു വീട്ടിലോ ഒക്കെ ഉള്ള ചെടികൾ കണ്ടെത്തിയിട്ട് എഴുതാം. ഒരേ ചെടികൾ കുറേ തവണ എഴുതരുത്. ഒരു ചെടി, ഉദാഹരണത്തിന് ചെമ്പരത്തി എന്ന് എഴുതിയാൽ അതിൻ്റെ കാര്യങ്ങൾ എഴുതാം. അങ്ങനെ ശലഭസസ്യങ്ങളുടെ പേര് 20 എണ്ണം അന്വേഷിച്ച് കണ്ടെത്തി എഴുതാൻ കേട്ടോ. വീട്ടിലിരുന്ന് ഗൂഗിളിൽ നോക്കി എഴുതലയിൽ ഒരു കാര്യമില്ല, അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ വർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും 4 പച്ചക്കറി വിത്ത് അല്ലെങ്കിൽ പച്ചക്കറി തൈ സംഘടിപ്പിക്കുക. മുളകാവാം, വഴുതനയാവാം, തക്കാളിയാവാം, പയറാവാം,
വെണ്ടയാവാം, മല്ലിയാവാം, ബീൻസ് ആവാം, എന്തോ ആയിക്കോട്ടെ 5 ഇനം പച്ചക്കറികളുടെ വിത്ത് സംഘടിപ്പിക്കുക. ആ വിത്ത് നിങ്ങൾ ചട്ടിയിലോ നിലത്തോ ഗ്രോ ബാഗിലോ കുഴിച്ചിടുക, കൃത്യമായ വളമെല്ലാം കൊടുത്തിട്ട്. എന്നിട്ട് അത് കുഴിച്ചിടുന്ന സമയത്തെ ഫോട്ടോ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ഘട്ടത്തിൽ മുളച്ചാൽ വളർന്നാലുള്ള ഫോട്ടോകളൊക്കെ എടുത്ത് വെക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു വിവരണത്തിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടി എടുത്തു വെക്കുക. ആരും അയക്കേണ്ട കേട്ടോ, അതൊന്നും അയക്കേണ്ട. അപ്പോൾ 4 ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തിട്ട് 4 തരമായാൽ വളരെ നല്ലത്. കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇപ്പോൾ ഈ പരീക്ഷയുടെ ഇടയിൽ നിങ്ങൾ വിത്തിട്ടൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടി വരുമ്പോഴേക്കും അതൊക്കെ ഏകദേശം രൂപമൊക്കെ ആവും, വളർന്നു വരും. അതിന് വേണ്ടിയിട്ടാണ് മുൻകൂട്ടി പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. ഇതിന് ശേഷമുള്ള അല്പം കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾക്ക് 4 ആക്ടിവിറ്റി പറഞ്ഞു. ഇതിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ബേസിലല്ല ഇപ്പോൾ ഇത് നടത്തുന്നത്, കോമൺ ആയിട്ട് നടത്തുകയാണ്. ഞങ്ങൾക്ക് ഈ ഡാറ്റ അയച്ചു തരുന്ന ആളുകളിൽ നിന്നും പേരെഴുതിയിട്ട് ഒരു ഇതിലിട്ടിട്ട് നെറുക്കെടുത്തിട്ട് ഒരാൾക്കാണ് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ കുട്ടികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും സമ്മാനം കൊടുക്കാൻ എല്ലാവരും അർഹര. ആരും കൂടുതൽ ചെയ്തു കുറവ് ചെയ്തു എന്നുള്ള പ്രവർത്തനമൊന്നുമില്ല. അപ്പോൾ അതിന് നെറുക്കെടുക്കുമ്പോൾ ഏത് രീതിയിലാണ് നെറുക്കെടുപ്പ് എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ ഇതിൻ്റെ ഡാറ്റ എല്ലാം തയ്യാറാക്കിയ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ വന്ന് അതിൻ്റെ ഡീറ്റെയിൽ എടുക്കാം, അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ അയച്ചു തരിക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പാരൻസും ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇത് നന്നായി കേൾക്കുക. ഈ 4 ആക്ടിവിറ്റി ആയിട്ടുള്ളൂ. ഈ 4 ആക്ടിവിറ്റി കഴിഞ്ഞാൽ വരുന്നത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം കൂടി, ഒരു ആക്ടിവിറ്റി കൂടി 5ാമത്തെ ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. അത് ഈ 4 എണ്ണം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നമ്മളുടെ കുട്ടികളെ പ്രകൃതിയോട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമമാണ് കേട്ടോ ഇത്. വലിയ മത്സരവും വലിയ പൈസയ്ക്കുള്ള സമ്മാനം കൊടുക്കലൊന്നുമില്ല, ചെറിയ ചെറിയ സമ്മാനങ്ങളായിട്ട് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അത് പല സ്ഥലത്താവുമ്പോൾ നമുക്ക് നെറുക്കെടുത്തിട്ട് ഒരാൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ആ നെറുക്കെടുപ്പിൻ്റെ മാനദണ്ഡം ഒന്നുമില്ല കേട്ടോ. നെറുക്കെടുക്കുക, അതിൽ നിന്ന് കിട്ടിയ ഒരാളെ കൊടുക്കുക എന്നുള്ള. എല്ലാവരും തുല്യരാണ് ഇതിൽ. അപ്പോൾ നമ്മൾ സ്കൂൾ ബേസിലൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ 25 കുട്ടികളെ വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി ആക്കിയിട്ടാണ് ചെയ്യുക. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ സ്കൂൾ ബേസിലുള്ള മത്സരങ്ങൾ നടത്തും. അതിനും താല്പര്യമുള്ള ആളുകൾ തയ്യാറാവുക. ഓക്കെ, താങ്ക് യു.